കോൺഗ്രസിന്റെ നിർണായക സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ഇന്നാണ്. തിരുവനന്തപുരത്ത് നടക്കുന്ന സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ മധുസൂദൻ മിസ്റ്റി തന്നെ പങ്കെടുക്കുന്നുണ്ട്. 15 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ കൂടി ഇന്ന് തീരുമാനിച്ചേക്കും. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനു പിന്നാലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപനം നടത്താൻ കൂടിയാണ് തീരുമാനം. റോഷിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷിപാൽ, പുതിയുഗയാത്ര അവസാനിച്ചിരിക്കുന്നു. ഇനി അതിവേഗം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. ഇന്നത്തെ സ്ക്രീനിംഗ് കമ്മിറ്റി വളരെ വളരെ നിർണായകമാണ്. ചില മണ്ഡലങ്ങളിലൊക്കെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീരുമാനമായി കഴിഞ്ഞു. എന്നാൽ ചില മണ്ഡലങ്ങളിൽ അവസാന നിമിഷം കൂടുതൽ ആളുകൾ എത്തുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. ചില നേതാക്കളൊക്കെ അവരുടെ പ്രിയപ്പെട്ടവരെ ഈ സ്ഥാനങ്ങളിലേക്ക് നിർദ്ദേശിച്ചിട്ടുണ്ട്. സംഘനൃത്തം വേണം എന്നൊക്കെയാണ് പറഞ്ഞതെങ്കിലും ഗ്രൂപ്പ് ഡാൻസ് ഉണ്ട് പല സ്ഥാനാർത്ഥി നിർണയത്തിന്റെ കാര്യത്തിലും എന്ന് മനസ്സിലാക്കുന്നു. അല്ലേ റോഷിപാൽ? അരുൺകുമാർ, അങ്ങനെയാണ്. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ രാഷ്ട്രീയ ചിത്രം മാറുന്നു, അനുകൂലമായ ഒരു തരംഗമുണ്ടാകുന്നു എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പല മണ്ഡലങ്ങളിലും കോൺഗ്രസ് നേതാക്കൾ സീറ്റിന് വേണ്ടി പിടിവലി ശക്തമാക്കുന്നത്. അതിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ആറന്മുളയൊക്കെ കണ്ടതാണ്. അങ്ങനെ പലയിടങ്ങളിലും ശക്തമായ നീക്കം നേതാക്കൾ തുടങ്ങിയതോടെ കണ്ടോൺമെന്റ് ഹൗസിലും KPCC ഓഫീസിലും ഉത്സവ പ്രതീതിയാണ്. നൂറുകണക്കിന് ആളുകൾ ദിവസം വന്നു പോവുകയാണ് അവർ ബയോഡാറ്റയുമായി അല്ലെങ്കിൽ സമ്മർദ്ദമുണ്ടാക്കാൻ വേണ്ടി. ഇന്ന് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാന ദിവസമാണ്. ഇന്ന് സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം നടക്കുന്നു. നേരത്തെ ഒരു ഘട്ടം സ്ഥാനാർത്ഥികളെ സ്ക്രീനിംഗ് കമ്മിറ്റി അംഗീകരിച്ചു. ഏതാണ്ട് 40 സ്ഥാനാർത്ഥികളെയാണ്, അത് സിറ്റിംഗ് സീറ്റുകൾ ഉൾപ്പെടെയാണ്. ഇന്നലെയൊക്കെ രാത്രി യോഗം ചേർന്ന് ഏതാണ്ട് 15 സീറ്റുകളിൽ കോൺഗ്രസ് നേതൃത്വം ധാരണയാക്കിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. രാത്രി ഏതാണ്ട് 11:30 വരെ KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ KC വേണുഗോപാലും സണ്ണി ജോസഫും VD സതീശനും രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ യോഗം ചേർന്നു. ദീപാദാസ് മുൻഷിയുടെ സാന്നിധ്യത്തിലാണ്. അങ്ങനെ ഇന്ന് ചേരുന്ന സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തോടെ സ്ഥാനാർത്ഥികൾ തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥികളുടെ എണ്ണം ഏതാണ്ട് 55 കടക്കും. പക്ഷേ പ്രഖ്യാപനം ഇപ്പോൾ ഉണ്ടാകില്ല. പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് തൊട്ടു പിന്നാലെയായിരിക്കും. ആ മണിക്കൂർ ഏതാണ്ട് ഒരു 2-3 മണിക്കൂറിനകം തന്നെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത്. ഇനി ഏറെ വൈകില്ല. സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചർച്ച പൂർത്തിയായി കഴിഞ്ഞാൽ എല്ലാ സീറ്റുകളിലെയും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ കഴിയുമെന്നാണ് നേതൃത്വം കണക്കൂട്ടുന്നത്. തർക്കങ്ങളുള്ള സീറ്റുകളിലാണ് ചർച്ചകൾ നീണ്ടുപോകുന്നത്. സിറ്റിംഗ് സീറ്റുകൾ, അതേപോലെ സംവരണ സീറ്റുകൾ, നേരത്തെ തന്നെ ഒറ്റപ്പേരുള്ള വട്ടിയൂർക്കാവ് അടക്കമുള്ള സീറ്റുകളുണ്ട്. അങ്ങനെയുള്ള സീറ്റുകളിലൊക്കെ നേരത്തെ തന്നെ തീരുമാനമായി. അതുകൊണ്ട് ഇന്ന് മധുസൂദൻ മിസ്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം വളരെ പ്രധാനമാണ്. മാരത്തോൺ ചർച്ചകളാണ് കോൺഗ്രസിൽ വരും ദിവസങ്ങളിൽ നടക്കുന്നത്. താങ്ക് യു റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മാരത്തോൺ ചർച്ചകൾ അതിവേഗം നടന്നത്. മാരത്തോണാണ് ചർച്ചകളെങ്കിലും സ്പ്രിന്റിന്റെ വേഗതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിവേഗം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക. 15-ാം തീയതിക്ക് മുമ്പ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരും. 15-ാം തീയതിക്ക് മുമ്പ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നാൽ തൊട്ടടുത്ത ദിവസം സമ്പൂർണ്ണ ലിസ്റ്റുമായി വരാനാണ് കോൺഗ്രസിന്റെ നീക്കം. ചില ഇടങ്ങളിലേക്ക് ചില തർക്കങ്ങളൊക്കെ ഉണ്ട്. തർക്കങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.